ഹലോ, ഞാനിന്നൊരു വെണ്ടയ്ക്ക സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചോറിനും ചപ്പാത്തിക്കോ പൂരിക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക സ്റ്റൂ. ഞാനിവിടെ 12 വെണ്ടയ്ക്ക കഴുകിയൊക്കെ നല്ലതായി വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ടത് ഒരു സബോള ചെറുതായിട്ട് നമ്മൾ സ്റ്റൂവിനൊക്കെ അരിയുന്ന പോലെ ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് കീറി വെച്ചിരിക്കുന്നു, ഇത്തിരി കറിവേപ്പില, പിന്നെ ഒരു ചെറിയ ഇത്രയുള്ള ഇഞ്ചിയും ഒരു 2 പോട് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അരിഞ്ഞത്. ഇതിന് വേണ്ട മസാല ചെറിയ സ്പൂണാണ്, 2 സ്പൂൺ മല്ലി, ടേബിൾ സ്പൂൺ മല്ലി, 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാലയും, പിന്നെ ഉപ്പ് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇത് 1-ാം പാലാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിമെയ്ഡ് പാലാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ പാൽ കുറച്ച്, മറ്റേത് 2-ാം പാൽ വേണം. അപ്പം നമുക്കിത് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങാം. ഞാൻ അടുപ്പത്ത് വെച്ചു, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഈ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോഴതിൻ്റെ ആ കിളുകിളിപ്പൊക്കെ അങ്ങ് പോകും. വെണ്ടയ്ക്ക ഒരു 5 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയിട്ട് എടുത്ത് മാറ്റി, അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി പിന്നെ വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആദ്യം ഒന്ന് എടുത്ത് മൂപ്പിച്ചിട്ട് അതിലോട്ട് സബോളയും പച്ചമുളകും കൂടെ ഇതിലോട്ട് തന്നെ നമ്മൾ സബോളയും പച്ചമുളകും ഇത്തിരി കുറച്ച് കരിവേപ്പില, ബാക്കി കരിവേപ്പില അവസാനമായിരുന്നു, കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടു. സബോളയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ടു, പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇത് മതി. ഈ സമയം സബോള അങ്ങനെ ഒത്തിരി അങ്ങ് ബ്രൗൺ ഒന്നും ആകണ്ട, ഒന്ന് വണ്ടി. ആ സമയം ഞാൻ ആ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിങ്ങോട്ട് ഇടുക. ഉപ്പ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയിലോട്ട് ഇടാം. തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് നമ്മുടെ വെണ്ടയ്ക്ക, നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ട് നല്ലപോലെ ഇളക്കുക. 2-ാം പാലാണ് ഒഴിക്കുന്നത്. 2-ാം പാല്, അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ പാൽ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേവിക്കാം. ഇത് ആക്ച്വലി വെന്ത് സാധനങ്ങളാണ് ഇതെല്ലാം, അതുകൊണ്ട് വേഗം ആകും. ഇതിൻ്റെ 1-ാം പാൽ ഒഴിച്ചു. 1 മിനിറ്റ് അടച്ചു വെച്ച് അടപ്പൊക്കെ മാറ്റി 1-ാം പാൽ ഒഴിച്ച് തീയും അങ്ങ് ഓഫ് ചെയ്യുക. ഞാൻ ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിവേപ്പില ഇതിലോട്ട് ഇടാം. വെണ്ടയ്ക്ക സ്റ്റൂ ഒക്കെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലതാണ്, ഇല്ല ചോറിൻ്റെ കൂടെയും കറിയായിട്ട് കൊള്ളാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.